ഈ രണ്ടാമത്തെ സെക്ഷന്റെ മുതിർന്നവരുടെ കവിതാ പാരായണത്തിൽ സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അതിനു മുമ്പ് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 2010 കവിതയോട് താല്പര്യമുള്ള കുറേ ആൾക്കാർ, സാഹിത്യത്തോട് താല്പര്യമുള്ള കുറേ ആൾക്കാർ കൂടി തുടങ്ങിയതാണ് ഈ കാവ്യസന്ധ്യ. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുമ്പോൾ സാഹിത്യത്തോട് താല്പര്യമുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുകയും ഒപ്പം നമ്മുടെ അമ്മ മലയാളത്തെ മറക്കാതെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഇന്ന് ഇവിടെ ഈ കുഞ്ഞുങ്ങള് കവിത പാരായണം ചെയ്തപ്പോൾ അവർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഇതേപോലെ കുഞ്ഞുങ്ങള് കവിത പാരായണം ചെയ്ത കുട്ടികളൊക്കെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയും അത് കഴിഞ്ഞ് ജോലിയിലൊക്കെ ആയിരിക്കുന്നു. ഈ സമയത്ത് ഇന്നത്തെ ഈ 2026 മെയ് 23 നടക്കുന്ന ഈ കവിസന്ധ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വയലാർ ട്രസ്റ്റിന്റെ വയലാറിന്റെ 50ാമത് മരണവാർഷികം ആഘോഷിക്കുന്ന ഈ 2025-26 അവരോട് ചേർന്നാണ് ഈ കാവ്യസന്ധ്യ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വയലാറിനെ കുറിച്ച് പറയുമ്പോൾ 50 വർഷങ്ങൾക്ക് മുമ്പ് 1975 ഒക്ടോബറിലാണ് വയലാർ രാമവർമ്മ സാർ മരിക്കുന്നത്. അദ്ദേഹത്തിന് അതിനു മുമ്പ് എഴുതിയ ഒരു കവിത ഇന്നും പ്രസക്തമായിട്ട് നിൽക്കുന്നു. ഇന്ന് ഏറ്റവും പ്രസക്തമായിട്ട് നിൽക്കുന്നു. മനുഷ്യൻ മതങ്ങളുടെ പേരിൽ തമ്മിൽ അറിയാതായി കണ്ടാൽ അറിയാതായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ജാതിയും മതവും വർഗവും വർണ്ണവും വിവേചനവും ഇല്ലാതെ കഴിഞ്ഞ 16 വർഷമായിട്ട് ഇവിടുത്തെ കുറെ ആൾക്കാര്, സാഹിത്യത്തോട് താല്പര്യമുള്ള കുറെ ആൾക്കാര് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് കാവ്യസന്ധ്യ. ഇതിന് പ്രത്യേകിച്ച് ഹൈറാർക്കി ഒന്നുമില്ല. ഈ നോർത്ത് അമേരിക്കയിലെ പല ഭാഗത്തും യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. വേറെ ഒരു സ്ഥലത്തും ഇതുപോലുള്ള ഒരു സംഘടന, ഇതിനുള്ള ഒരു സംവിധാനം ഞാൻ കണ്ടിട്ടില്ല. എഴുതുന്നവർക്ക് വേണ്ടി സംഘടനയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുന്നവർക്ക് വേണ്ടി സംവിധാനമുണ്ട്. പക്ഷെ സാഹിത്യം ആസ്വദിക്കുന്നവരും അങ്ങനെ കവിത ആലാപനം ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ എൻ്റെ അറിവിൽ ഇന്ന് നോർത്ത് അമേരിക്ക നോക്കുമ്പോൾ ഈ കാനഡയിലെ കാൽഗറിയിലുള്ള കാവ്യസന്ധ്യ മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഈ വയലാർ രാമവർമ്മ ട്രസ്റ്റിനോട് ചേർന്നുകൊണ്ട് ഇത് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സംവിധാനം ഒരുക്കി തന്ന അതിൻ്റെ വയലാർ രാമവർമ്മ ട്രസ്റ്റിന്റെ സെക്രട്ടറി സതീശൻ സാറിനോടും പ്രസിഡന്റ് പെരുമ്പടം ശ്രീധരൻ സാറിനോടും ഇതിന് കാരണഭൂതനായ എൻ്റെ ഒരു സുഹൃത്ത് ചാരുമൂട് അബുരാജിനോടും ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ രണ്ടാമത്തെ സെക്ഷനിലേക്ക്, മുതിർന്നവരുടെ കവിതാ പാരായണത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അത് ഞാൻ ആദ്യമേ ചെയ്ത് തീർത്തുകൊള്ളട്ടെ. എല്ലാവർക്കും ഈ കാവ്യസന്ധ്യയുടെ 2026 ഈ കാവ്യസന്ധ്യയുടെ വയലാർ സ്മാരക ട്രസ്റ്റിനോട് ചേർന്ന് നടത്തുന്ന ഈ കാവ്യസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ക്ലാര ജോസഫ് നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. മൈക്ക് കൈമാറും. എൻ്റെ മലയാളം സാധാരണ അടുക്കളയിലെ മലയാളമാണ്. സഹിക്കുക. ഒന്നാമത് നമസ്കാരം എല്ലാവർക്കും. വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ എത്താൻ പറ്റുന്നതിനും നിങ്ങളുടെ സ്നേഹത്തിനും അംഗീകാരത്തിനും വളരെ നന്ദി. കാവ്യസന്ധ്യയെക്കുറിച്ച് രാജീവാണ് എനിക്കത് കൂടുതൽ പരിചയപ്പെടുത്തി തന്നത്.
അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചു. പിന്നെ വളരെയധികം ആദരവ് തോന്നി അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ തന്നെ. ഞാൻ പല വീഡിയോസും കണ്ടു. നിങ്ങൾ കോവിഡിൻ്റെ സമയത്തും നിങ്ങൾ പുറത്തുള്ള നല്ല കവികളെ കൊണ്ടുവന്ന് നിങ്ങൾ അതൊക്കെ ചെയ്തത് ഒക്കെ വളരെ ആദരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കവിതയുടെ പ്രത്യേകത, അത് മലയാളം കവിതയുടെയും പ്രത്യേകത, അർത്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കവിത. അപ്പൊ നമ്മൾ ഈ വാക്കുകൾ പറയുമ്പം അതിന് അർത്ഥമുണ്ട്. അപ്പൊ ആ അർത്ഥം നമ്മളെ സ്പർശിക്കും, അത് ശരിയാണ്. പക്ഷെ കവിത നമ്മളെ ശരിക്കും സ്പർശിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള ശബ്ദമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഭാഷയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ഇടവേളയുണ്ട്, ഒരു താളമുണ്ട്. അതെല്ലാം കൂടിയാണ് നമ്മളെ അത് സ്പർശിക്കുന്നത്. ഇന്ന് എനിക്ക് കുറച്ച് കുട്ടികളുടെ എല്ലാവരുടെയും കാണാൻ പറ്റിയില്ല എനിക്ക്, പക്ഷെ കുറച്ച് കുട്ടികളുടെ കാണാൻ പറ്റി. വളരെ സുന്ദരമായിരുന്നു, ഓരോരുത്തരുടെയും വളരെ സുന്ദരമായിരുന്നു നിങ്ങളത് അവതരിപ്പിച്ചത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കവിതകൾ എഴുതുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു, ഇത് വായിക്കാൻ ആൾ വേണ്ടേ? ഇപ്പം ആളുകളെ കണ്ടുപിടിച്ചു. അപ്പം നല്ല നല്ല കവിതകൾ എഴുതിയാൽ മതി, എനിക്കറിയാം നിങ്ങൾ വായിക്കും. അപ്പം സുന്ദരമായിട്ടും നിങ്ങൾ അതും ഈ കൊച്ചു പ്രായത്തിലും മലയാള ഭാഷയിൽ കേരളമാണെന്ന്, ഇത് കേരളമല്ലെന്ന് ഓർമ്മിപ്പിക്കണം. കാരണം ഇത് കേൾക്കുമ്പോൾ ഇത് നമ്മൾ കേരളത്തിലാണെന്ന് തന്നെ ഓർത്തു പോകും. അപ്പോൾ കവിത കൊണ്ടൊരു പാലം പണിതിരിക്കുക നിങ്ങൾ. കാൽഗരിയും കേരളവുമായിട്ട് നിങ്ങളൊരു പാലം പണിതു. അതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ എല്ലാം ഒത്തിരി അധ്വാനമുണ്ട്. എങ്ങനെ സാധിക്കും? അതും ചില വാക്കുകൾ ഊന്നി പറയാനായിട്ടൊക്കെ പിള്ളേരെ എങ്ങനെ നിങ്ങൾ പരിശീലിപ്പിച്ചു? ഞാൻ ചോദിക്കുമായിരുന്നു ചിലരോട് പുറകിൽ, ഇതാരാ പഠിപ്പിച്ചത്? അപ്പം ചിലരുടെ പേരൻസ് ആണെന്ന് പറഞ്ഞു, ചിലര് പിന്നെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് പഠിപ്പിച്ചു. അത് ബിഗ് സല്യൂട്ട് അങ്ങനെ ചെയ്തതിന്. കുട്ടികൾ ഈ കവിത എന്ന് പറയുമ്പം ശരിയാ, ഇത് ഓർത്തിരിക്കണമല്ലോ. അപ്പൊ ഇത് അപ്പൊ ആ ശക്തി ഓർത്ത് പറയാനുള്ള കഴിവ്, അത് നല്ല കാര്യം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. നിങ്ങള് ഈ ലോകത്ത് വന്നിട്ട് പറയാ, എനിക്കൊരു സ്വരമുണ്ട്, എനിക്കൊരു ഭാഷയുണ്ട്, എനിക്ക് കുറച്ച് പറയാനുണ്ട്, നിങ്ങളത് കേൾക്കണം എന്ന് പറയുമോ കുഞ്ഞുങ്ങള്? അത് കേട്ടുപോകും. ഞാൻ കേട്ടു. അപ്പോൾ അത് തുടരുന്നു. ഈ ഒരു രംഗത്ത് മാത്രമല്ല, കഴിവുകളെല്ലാം നമ്മള് മറ്റുള്ള രംഗത്തേക്കും ഈ കഴിവുകളാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം വളരെ നല്ലതാണ്. പിന്നെ കാൽഗറി പോയറ്റ് ലോറിയറ്റ് എന്ന രീതിയിൽ എന്തുകൊണ്ട് പോയട്രി, ഇപ്പം ഇത് അനൗൺസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ QR റേഡിയോയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ചോദിച്ചത്, ഇപ്പൊ നമ്മൾ എന്താ ശരിയാക്കേണ്ടത്? കവിതയുടെ ആവശ്യം എന്താണ്? പോട്ട് ഹോൾസ് ഇഷ്ടം പോലെ ഉണ്ട് ഈ റോഡിലെല്ലാം, അതല്ലേ ശരിയാക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ശരിയാണ്, നമ്മള് പോട്ട് ഹോൾസ് ഒക്കെ ശരിയാക്കണം, പക്ഷെ ഇതും ശരിയാക്കണം കവിതയുടെ ലോകം. കാരണം നമ്മള് കെട്ടിടങ്ങള്, റോഡുകള്, പാലങ്ങള്, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ അതേ ലോകത്ത്, അതേ സിറ്റിയിൽ തന്നെ, അതേ കാൽഗറിയിൽ തന്നെ ദുഃഖങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, ചിരിയുണ്ട്, കുസൃതിയുണ്ട്, ഭയമുണ്ട്. അതിന് നമുക്ക് കവിത പോലെ ഉള്ളത് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യ മനസ്സിനുള്ള ഒരു ഇടവും കൂടെ, മനുഷ്യ ഹൃദയത്തിനുള്ള ഒരു ഇടവും കൂടെ ഉണ്ടാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ അതൊരു സിറ്റി ആകത്തുള്ളൂ. ശരിയല്ലേ? അപ്പം അത് ആ ഒരു ന്യൂസ് സിറ്റിയിലേക്ക് കൂടുതൽ കൊണ്ടുവരാനാണ് തന്നെയാണ് എൻ്റെ ഒരു ദൗത്യം. പിന്നെ വയലാർ വർഷമാണ്. എനിക്ക് വയലാറിനെ പരിചയമുള്ളത് കൂടുതലും പാട്ടിലൂടെയാണ്. അപ്പം ഞാൻ കുറച്ച് വരികൾ, അത് പാട്ടാണ്, ചൊല്ലുമല്ല, പാടുവാണ്.
സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ തേടുവതാരേ ആരേ. എനിക്ക് കുട്ടികളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കവിതകൾ പറയുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്, അതൊരു അനുഭവം കൂടിയാണെന്ന് ഓർക്കുക. കവിത എന്ന് പറയുന്ന ഒരു അനുഭവം കൂടിയാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ബോഡി, മൈൻഡ്, സോൾ എല്ലാം ആ കവിതയ്ക്ക് വേണ്ടി കൊടുക്കുക, അത് അനുഭവിച്ചു പാടുക, സന്തോഷിക്കുക അതില്. അല്ലാതെ ഒരു പൂരന്റെ ദൗത്യോ ഇതിനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് മാത്രം ഓർത്ത് വന്ന് ചൊല്ലരുത്. അത് ഞാൻ കണ്ടില്ല, എല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഇറ്റൂടെ പറയാനുള്ളത്, വീണ്ടും കാവ്യസന്ധ്യ ഒരു വലിയ കാര്യം, ഇത് ചെറിയൊരു കൾച്ചറൽ പരിപാടിയല്ല, ഇതൊരു വലിയ സംഭവമായത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒക്കെ വളരെയധികം നന്ദി. കാൽഗറി പോയറ്റ് ലോറിയറ്റ്ഷിപ്പിന്റെ ഒരു ഭാഗം കൂടി ആകുവാണിത്, ഇങ്ങനത്തെ ഒരു സിറ്റിയിൽ ഉണ്ടാകുക, വളരുക എന്നുള്ളത്. അപ്പം വളരെ നന്ദി. വീണ്ടും എന്നെ ഇവിടെ വിളിച്ചതിനും എനിക്ക് അംഗീകാരം തന്നതിനും സമയത്തിനും എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. കവി മാത്രമല്ല, നല്ലൊരു ഗായികയാണെന്നും കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാ വർഷവും കാവ്യസന്ധ്യയിൽ കവിതകളോ പാട്ടുകളോ ഒക്കെ കേൾക്കുവാൻ സാധിച്ചാൽ നല്ലൊരു കാര്യം. അടുത്ത വർഷം പ്രതീക്ഷിക്കാമോ? ശരി ശരി ശരി, ഞാനത് മിസ്സായി. അപ്പൊ ഈ കവിത ഇപ്പൊ പറഞ്ഞപ്പോ കവിത ചൊല്ലുകയല്ല പാടുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷനാണ്. പലരും ചോദിക്കാറുണ്ട് കവിതയിൽ എന്തുമാത്രം സംഗീതമാകാം, എത്രയാകാം? ഒരു 50%, 60%, അല്ലെങ്കിൽ 20%, അല്ലേ? നമ്മളൊക്കെ ആദ്യം കേട്ട കവിത ഏതാ? കാക്കേ കാക്കേ കൂടെ വിട്, അല്ലേ? അതെങ്ങനെയാ പാടുക? കാക്കേ കാക്കേ കൂടെ വിട്, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. അതിന്റെ സ്വരസ്ഥാനം എങ്ങനെയായിരിക്കും? സാഗ സാഗ മാഗരി നീരി നീരി രീ സാ. അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള, ഇതെല്ലാം വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്ലെയിൻ നോട്ട്സ് ആണ്. ഇതിന് കുറച്ചൊരു അലങ്കാരങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? സഗ സഗ കമഗരി നിരി നിരി രീ സ. ഏത് പാട്ടാ? കണ്ണാം തുമ്പി പോരാമോ, അല്ലേ? അതിനുള്ളതിൻ്റെ ഒരു വ്യത്യാസം. ആദ്യത്തെ കുറച്ച് സ്ട്രെയിറ്റ് നോട്ടിലൊക്കെ നമ്മൾ പാടുമ്പോൾ ശകലം ഒന്ന് മധുരമാക്കി പാടിക്കഴിഞ്ഞാൽ അതൊരു പാട്ടായി. പ്രധാനമായിട്ട് ഇപ്പം ഒരു കവിതയുടെ കാമ്പ് എന്താണ്, അത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതനുസരിച്ച് സംഗീതത്തിൻ്റെ എമൗണ്ട് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പക്ഷം. അത് എൻ്റെ മാത്രമുള്ള ഒരഭിപ്രായമാണ്. അപ്പോൾ നമുക്കിനി മുതിർന്നവരുടെ കവിതകളിലേക്ക് കടക്കാം. വലിയൊരു ലിസ്റ്റ് ഉണ്ടെന്ന്. നല്ല നല്ല കവിതകളാണെല്ലാം. 90% വയലാറിൻ്റെ തന്നെയാണ്. ആദ്യത്തെ കവിത രാവണപുത്രി, അത് ചൊല്ലാനായി ഞാൻ അനുദേ ക്ഷണിക്കുന്നു. അപ്പോൾ ഇത് കമ്പരാമായണത്തെ ബേസ് ചെയ്തിട്ട് വയലാർ എഴുതിയതാണ് രാവണപുത്രി. കമ്പരാമായണത്തിൽ സീത രാവണന്റെ മകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, സീതയെ. അപ്പോൾ അങ്ങനെ അതിനെ അടിസ്ഥാനമായിട്ടാണ് ആക്കിയായിരുന്നു വയലാർ ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഓർത്തു അനീസ്.
താങ്ക് യു മമത. എല്ലാവർക്കും നമസ്കാരം. കവിസന്ധ്യയ്ക്ക് വലിയ അഭിനന്ദനങ്ങൾ. വീണ്ടും ഇവിടെ കൂടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. മമത പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായൊരു സങ്കല്പമാണ് രാവണപുത്രി, രാവണന്റെ മകളായി സങ്കല്പിക്കുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ആശയം. അപ്പം അതിലേക്ക് കടക്കാം. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരനാങ്കണം രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ഭൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരപഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ. മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തിവിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണനുള്ളിൽ ഒരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. അപ്പോഴും രാവണന്റെ ഉള്ളിൽ ഒരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. കണ്ണം നടച്ചാൽ കരളിനകത്ത് ഒരു പൊന്നിൻ ചിലമ്പും കിലുക്കും കുമാരിക. ഓമനത്തിങ്കൾ കിടാവുപോൽ തന്നിനുള്ളിലോടി നടന്നു ചിരിക്കും കുമാരിക. ഓമനേ ഭീരുവാണച്ചൻ, ഓമനേ ഭീരുവാണച്ചൻ, അല്ലെങ്കിൽ നിൻ പൂമൈ സമുദ്രത്തിലിട്ടേച്ചു പോരുമോ? നീ മരിച്ചില്ല, ജനകന്റെ പുത്രിയായി രാമന്റെ മാനസ സ്വപ്നമായി വന്നു നീ. പുഷ്പക വിമാനത്തിൽ നിന്നെയും കൊണ്ടച്ഛന പട്ടണത്തിൽ ഇറങ്ങിയ നാൾ മുതൽ നിന്നെ അശോകത്തണലിൻ വിരിപ്പിൽ കൊണ്ടു ചെന്നു നിർത്തി കരയിച്ച നാൾ മുതൽ എന്തപവാദങ്ങൾ, എന്തെന്തു നാശങ്ങൾ എല്ലാം സഹിച്ചു മനഃശാന്തി നേടുവാൻ. എന്തെന്തപവാദങ്ങൾ, എന്തെന്തു നാശങ്ങൾ എല്ലാം സഹിച്ചു മനഃശാന്തി നേടുവാൻ, മനഃശാന്തി നേടുവാൻ. യുദ്ധത്തിനിന്നലെ പോരും വഴിക്ക് അച്ഛൻ പുത്രിയെ കണ്ടതാണ് അന്ത്യസന്ദർശനം. എല്ലാം പറഞ്ഞു മകളുടെ കാലു പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങിത്തിരിക്കവേ തന്നിഞ്ചിൽ വീണ കുമാരിതൻ മായാത്ത കണ്ണുനീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയി. കണ്ണീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയി. വേദന ജീവനിൽ മൃത്യുവിൽ വാൾ വീണ വേദന കൊണ്ടു പുളഞ്ഞു പോയി രാവണൻ. ചുറ്റും ചിറകടിച്ചാർക്കുകയാണ് ഇന്ദ്രജിത്തിൻ ശവം തിന്ന കാലൻ കഴുകുകൾ.
ലങ്കശിരസ്സുയർത്തി ലോകാന്തര ഭംഗി നുകരും ത്രികൂട ശൈലങ്ങളിൽ പ്രേതപ്പറമ്പിൽ കരിന്തിരി കത്തിച്ച മാതിരി നിന്നതിനുഷ ശുക്രതാരകം ദശാരഥിതൻ പടപ്പാളയങ്ങളിൽ വീശിയടിച്ചു ജയോന്മാദ ശംഖുലി. മന്ത്രപടഹധ്വനി മുഴങ്ങി മന്ത്രമണ്ഡപം തന്നിലെഴുന്നള്ളി രാഘവൻ മാരുതി ചോദിച്ചു, മൈഥിലിയെ കൊണ്ടുപോരുവാൻ വൈകി വിടതരൂ പോട്ടെ ഞാൻ. മൈഥിലിയെ കൊണ്ടുപോരുവാൻ വൈകി വിടതരൂ പോട്ടെ ഞാൻ. സീതയെ ശുദ്ധീകരിക്കുവാൻ കാട്ടുതീ ഊതിപ്പിടിപ്പിച്ചു വാനരസേനകൾ. സീതയെ ശുദ്ധീകരിക്കുവാൻ കാട്ടുതീ ഊതിപ്പിടിപ്പിച്ചു വാനരസേനകൾ. താങ്ക് യു. സമയപരിധി മൂലം കുറച്ചേ ചെല്ലാൻ കഴിഞ്ഞുള്ളൂ. സാരാംശം വേറൊന്നല്ല, മരിക്കാൻ കിടക്കുന്ന രാവണൻ തൻ്റെ പുത്രിയെ അവസാനമായി കണ്ട് പറയുന്നതാണ് സാരാംശം. താങ്ക് യു അനിത. ഇതിനകത്ത് ചില ഭാഗങ്ങളൊക്കെ കുറച്ച് വളരെ ടച്ചിങ് ആയിട്ട് തോന്നും. എല്ലാവരും ഭയപ്പെടുന്ന, ലോകം മുഴുവൻ കീഴടക്കിയ ദേവന്മാർ വരെ ഭയപ്പെടുന്ന രാവണൻ പറയുകയാണ്, ഓമലയെ ഭീരുവാണ് അച്ഛൻ എന്ന്, അല്ലെങ്കിൽ നിന്നെ എന്തിന് കടലിൽ ഒഴുക്കണം എന്നുള്ള ചില ഭാഗങ്ങളൊക്കെ വളരെ വളരെ ടച്ചിങ് ആണ്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത കവിതയിലേക്ക് കടക്കാം. വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കവിതയാണ് കായലിനക്കരെ. വയലാറിൻ്റെ ഈ കവിത LPR വർമ്മ ഈണം കൊടുത്ത് നാടകഗാനമാക്കി മാറ്റിയിട്ടുമുണ്ട്. പാടുന്നത് ലക്ഷ്മി. കായലിനക്കരെ പോകാനെനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു, പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു. കായലിനക്കരെ പോകാനെനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു, പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു. ഒത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു, നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. കായലിനക്കരെ പോകാനെനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു, പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു. അന്തിക്കു ഞങ്ങളാ കായലിനക്കരെ അമ്പലമുറ്റത്ത് പോകും, കളിവള്ളം തുഴയും കഥകൾ പറയും, കഥകളി പാട്ടുകൾ പാടും മുത്തശ്ശി, കളിവഞ്ചി പാട്ടുകൾ പാടും. കളിവള്ളം തുഴയും കഥകൾ പറയും, കഥകളി പാട്ടുകൾ പാടും മുത്തശ്ശി, കളിവഞ്ചി പാട്ടുകൾ പാടും. കായലിനക്കരെ പോകാനെനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു, പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു. കർക്കിടക കാറ്റത്തോരന്തിക്കു കായൽ
കണ്ടില്ല മുത്തശ്ശിയമ്മയെ കണ്ടില്ല കായലിനക്കരെ പോകാനെനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു ഒത്തിരി നേരം കരഞ്ഞു പറഞ്ഞു ഞാൻ മുത്തശ്ശിയമ്മേ പോകല്ലേ അമ്പലക്കായലിൽ വള്ളം കിടന്നു പമ്പി നടന്നു പങ്കായം പമ്പി നടന്നു പങ്കായം കായലിനക്കരെ പോകാനെനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു ഒത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു നന്ദി ലക്ഷ്മി, നമുക്ക് മെഡിസിൻ ഹാത്തോൺ എന്ന അതിഥികളായിട്ടെത്തിയ സോനുവും മിഥുവും അവര് വളരെ കാലമായി കവിതയെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അടുത്ത കവിത പാടുന്നത് മിഥുവാണ്. കവിത ഏഴാച്ചേരി രാമചന്ദ്രന്റെ പിന്നെയും ഉന്നയിച്ചിരിക്കുന്നു എന്ന കവിതയാണ്. ഭൂമിയോളം പൊറുക്കുന്നവളെങ്കിലും പകരം നിനക്കായി ആകാശത്തോളം സങ്കടം തന്നെ പിന്നെയും നീച്ചിരിക്കുന്നു. ഓവർ ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ധന്യമായ സദസ്സിൽ ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ആദ്യം തന്നെ നന്ദി. ഞാൻ അവതരിപ്പിക്കുന്ന കവിത ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രന്റെ പിന്നെയും നീച്ചിരിക്കുന്നു. ഭൂമിയോളം പൊറുക്കുന്നവളെങ്കിലും പകരം നിനക്കായി മേഘവാതിൽ പടിവരയ്ക്കും സങ്കടം തന്നേ. ഭൂമിയോളം പൊറുക്കുന്നവളെങ്കിലും പകരം നിനക്കായി മേഘവാതിൽ പടിവരയ്ക്കും സങ്കടം തന്നേ. പിന്നെയും നീ ചിരിക്കുന്നു പർവ്വത പച്ചകൾ മേലെ പഞ്ചഭൂതങ്ങളിൽ ജീവിതഗന്ധമേറ്റുന്നു. അമ്മ വടിവായിളം കാവിൽ കളം പാട്ടിൻ ജതികൾ തോറും പന്നകേശത്തൊങ്ങൽ പോലെ പിണഞ്ഞു ഞാലുന്നു. ആടിവേടൻ നദിമടയ്ക്കൽ അണിയലങ്ങളടിച്ചു ചക്കര ശീതമുണ്ണു മുനിമരങ്ങൾ വ്രതം തെറ്റിച്ചു. കാട്ടുകല്ലുകളുമ്മവയ്ക്ക് തീ പടർന്ന മലയ്ക്കു താഴെ കുടിലുകെട്ടി പണ്ടു പാർത്തോരസുരമാസങ്ങൾ. അന്നു വെറുതെ ചിരിക്കാനും വെള്ളി വെയിലായി ജ്വലിക്കാനും എണ്ണ തീരും വരെ നിലാവായി കത്തി നിൽക്കാനും നമ്മയാരും പഠിപ്പിച്ചിലന്തി സന്താപങ്ങൾ മിണ്ട ചിന്തുകൾ പോൽ അഴിമുഖത്തെ കുറ്റിയാവാനും. മക്കൾ പോലെ വളർന്ന പാവം ശംഖുപുഷ്പങ്ങൾ വൃദ്ധസദന പടിയിറങ്ങിയ പാരിജാതങ്ങൾ. മക്കൾ പോലെ വളർന്ന പാവം ശംഖുപുഷ്പങ്ങൾ വൃദ്ധസദന പടിയിറങ്ങിയ പാരിജാതങ്ങൾ.
വജ്രകദളി പൂച്ചിരിക്കും കിഴക്കൻ വേലിക്കലൂടെ പറ്റമായാടുകൾ മെല്ലെ പോണതും നോക്കി ഇളം തിണ്ണയിലിരിക്കുന്നോരെന്റെ ഹൃദയത്തിന്റെ മോഹ കുളം തേകി പരലരിക്കാൻ വലവിരിക്കുമ്പോൾ ഏറെ വേഗം നാം ഇണങ്ങിയ കരപ്പാടവരമ്പിലൂടെ ഒരോണവില്ലിൻ ജഡം കാലമെടുത്തു നീങ്ങുന്നു. തലകുനിച്ചെതിരെ വരുന്നതും ഗുരുവിനെ തന്നിടം കാല ചെളിയിലേക്കു ചവിട്ടിയാട്ടിയ പുതിയ ചാനലുകൾ ആട്ടുതോട്ടിൽ കലമ്പാനും പുളിമരത്തിൽ ചിലയ്ക്കാനും രാപ്പനിക്കെതിരാനവാല മേനി കാട്ടാനും പൂച്ചമാന്തിയ പാടുകാട്ടി പരിഭവിക്കാനും ജൂണിലെ രാത്രി മഴയുടെ പഞ്ചവാദ്യം കേട്ടുറങ്ങാനും മറന്നെന്നിൽ വളർന്നു തേറ്റകൾ നീട്ടിയമറും വെള്ളരാക്ഷസനിണങ്ങാനും പിണങ്ങാനും നേരമില്ലല്ലോ. അവൻ സ്വന്തം മിഴിയിലേക്കും മൊഴിയിലേക്കും തോക്കു ചൂണ്ടി പുനർവായന നടത്തുന്നു യുദ്ധകാണ്ഡങ്ങൾ. അതിനിടയ്ക്കൊരു കൃഷ്ണമൃഗമാൻ പകച്ചാരെ നോക്കുവാൻ നീ പഴയ ശാകുന്തളം കണ്ടോ, ഋഷികുലം കണ്ടോ? അതിനിടയ്ക്കൊരു കൃഷ്ണമൃഗമാൻ പകച്ചാരെ നോക്കുവാൻ നീ പഴയ ശാകുന്തളം കണ്ടോ, ഋഷികുലം കണ്ടു. താങ്ക് യു. താങ്ക് യു സോ മച്ച് മീതു. താങ്ക് യു സോ മച്ച്. ഇത് ഈ ഒരു നല്ലൊരു പ്രസന്റേഷന് കാവ്യസന്ധ്യ കുടുംബത്തിലേക്ക് സ്വാഗതം. ഗ്രീഷ്മ സരോവരത്തിൽ വിടരും ചെന്താമരയും പ്രകൃതിക്ക് തുകിൽ നൽകുന്ന നിലാവും നാണിച്ച് നൃത്തമാടി ഒഴുകുന്ന കാട്ടാറും. അടുത്ത കവിത വയലാറിൻ്റെയാണ്. ഗ്രാമദർശനം ആലപിക്കുന്നത് അഞ്ജന. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ കാവ്യസന്ധ്യയ്ക്ക് വലിയൊരു നന്ദി ഈ ഒരു അവസരത്തിന്. ശ്രീ വയലാർ രാമവർമ്മ എഴുതിയ ഗ്രാമദർശനം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. പേര് പോലെ തന്നെ ഗ്രാമത്തിന്റെ മനോഹാരിതയും അവിടുത്തെ ജീവിതത്തിന്റെ ലാളിത്യവും മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധവും ഒക്കെയാണ് ഈ കവിതയുടെ സാരാംശം. ഞാനേ ഗ്രീഷ്മ സരോവരത്തിൽ വിടരും ചെന്താമരപ്പൂവിനും നാണിച്ചേ വഴി നൃത്തമാടിയൊഴുകും കാട്ടാറിനും കാറ്റിനും ഈ നഗ്ന പ്രകൃതിക്ക് പൂന്തുകിലുകൾ നെയ്യും നിലാവെന്നും എൻകാലത്താൽ കുളിരേകി നിത്യഹരിത സ്വപ്നങ്ങൾ ഗ്രാമത്തിനും. ഗ്രാമം മാനവ സംസ്കൃതിക്ക് കനകപ്പൂന്തൊട്ടിൽ നിർമ്മിച്ചൊരൻ ഗ്രാമം പോയ യുഗങ്ങൾ തൻ മെതിയടിപ്പാടുള്ളൊരാത്മാവുമായി ഈ മൺവന്തര ശില്പശാലകളിലൂടെ എന്നാന്തരാന്വേഷണ പ്രേമത്തിൻ വിരലും പിടിച്ചു കണി കാണിക്കുന്നു സത്യങ്ങളെ. പണ്ടങ്കക്കളരിക്കകത്ത് പടവാളൂരിപ്പയറ്റി പുകൾ കുണ്ടങ്ങളിൽ രക്തച
ചന്ദനമണിഞ്ഞെത്തുന്ന നൂറ്റാണ്ടുകൾ കൊണ്ടുതന്ന ചുവന്ന പൂക്കൾ ചെവിയിൽ ചൂടി പടച്ചട്ടയും കൊണ്ടെത്തുന്നൊരെനിക്കു നീ വഴിമുടക്കിടാതെ വേദാന്തമേ. വിശ്വാമിത്ര വസിഷ്ഠ ഗൗതമ ഭരദ്വാജാദികൾ നട്ടൊരാ വിശ്വാസച്ചെടി കായ്ച്ചുണങ്ങിയ കനിത്തോടേന്തി വേദാന്തമേ. വിശ്വം ശക്തി തരംഗ ചാലിത വിയഗേഹങ്ങളിൽ കാലമാം അശ്വത്തെ പുറകെ നടത്തുമിവിടേക്ക് എന്തിന്നു വന്നെത്തി നീ വന്നെത്തിയതീ യുഗപ്രതിഭതൻ തേജസ്സിലോ ഞങ്ങളെ ദൈവങ്ങൾക്കു നടയ്ക്കു വെച്ച വിദിതൻ മായാ വിമാനത്തിലോ പൂവർപ്പിച്ച പുരോഹിതന്റെ ഭജനപ്പാട്ടിന്റെ മാറാപ്പിലോ പാവം മിഥ്യ തെളിച്ചു തന്ന പൊളിയാരായൊരു തേർത്തട്ടിലോ നാദം താളം വെളിച്ചം നിഴൽ നിറമിവയാൽ നൃത്തശില്പം രചിക്കും കാലത്തിൻ കമ്രനാഭി നളിന കലികയിൽ വീണ തൂമഞ്ഞു തുള്ളി നാളത്തെ പൊന്നുഷസിൻ പ്രമദവനികയിൽ കൽപ്പനാ പത്മരാഗത്താലത്തിൽ കാഴ്ചവെക്കാൻ പ്രകൃതിയുടെ കലാശാല ഞാൻ തേടി വന്നു. പ്രകൃതിയുടെ കലാശാല ഞാൻ തേടി വന്നു. മിഴി നിറയുന്ന ചോരയാൽ കളിമൺ ജനാതുകൾ നിറച്ചു കത്തിക്കുന്ന നീലി, പുകയൂതി പറപ്പിച്ച് എരിക്കിന്റെ മറവിൽ മറയുന്ന നീലി. ഏഴാച്ചേരിയുടെ നീലിയെ കേൾക്കാം. ആലാപനം സോനു. വെൽക്കം സോനു. വളരെയധികം നന്ദി. കാൽഗറിയിൽ നിന്ന് അല്ലാത്തവരായിട്ടും ഞങ്ങളെ സ്നേഹത്തോടെ ക്ഷണിച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ആദ്യം തന്നെ പറയുകയാണ്. ഞാൻ ചൊല്ലുന്നത് പറഞ്ഞതുപോലെ ഏഴാച്ചേരി രാമചന്ദ്രന്റെ നീലി എന്ന കവിത. തെക്കൻ തിരുവിതാംകൂറിൽ പ്രചാരത്തിലുള്ള കള്ളിയങ്കാട്ട് നീലി എന്ന വിത്തിലൂടെ തമസ്കരിക്കപ്പെടുന്ന സ്ത്രീത്വത്തിന്റെ വിവിധ മുഖങ്ങളാണ് കവി ചിത്രീകരിക്കുന്നത്. കവിതയിലേക്ക്. കള്ളിയങ്കാട്ടെ കറുത്ത നീലി, നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു. കള്ളിയങ്കാട്ടെ കറുത്ത നീലി, നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്നു കാടു പറയുന്നു. മലവേടക്കിടാത്തിയുടെ കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. കള്ളിയങ്കാട്ടെ കറുമ്പിനി, കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം. കളവരുതു കളവരുതു രാത്രിയുടെ പുത്രി, വേളിമല കഴുകി തുടച്ചു നരിമടകളിൽ കാടുവാഴുന്ന വനദേവതകൾ. പൈകുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഭൂതിക്കെടുത്തി മിഴി കവിയുന്ന ചോരയാൽ കളിമൺ ചരാതുകൾ നിറച്ചു കത്തിപ്പതും കാട്ടിൽ അകാല തൃക്കാർത്തിക തീർപ്പതും
പുകയൂതിയൂതി പറപ്പിച്ചെരിക്കിന്റെ മറവിൽ മറയുന്നതും മായാമഹി നിന്റെ മംഗള വിഷാദങ്ങളല്ലേ. പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു. പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു. എച്ചിലില നക്കി തുടയ്ക്കുന്ന കുന്തിയാൽ ഒക്കത്തിരുന്നു വാകീറുന്ന കർണനെ കൊത്താൻ വരും ബലിക്കാക്കയെ പായിക്കും അർദ്ധനഗ്നാംഗിയ പാണ്ടി കുറത്തിയായി ചിരാമനെ തുടലിട്ടു നടത്തുന്ന പാവം കുരങ്ങാട്ടിയായി നിന്നിൽ നിന്നു ഒഴിഞ്ഞുവോ കാന്താര കൺമതം. ഇളയ പെരുമാക്കൾ ശിവരഞ്ജിനിയിൽ വിരിയിച്ചൊരടതാളവർണ്ണത്തിനൊപ്പിച്ചു ചുവടുവച്ചിളകിയാടാൻ ഉമ്മിണി തങ്കമാർക്കിടയിൽ വടവളനിയിൽ കണ്ട വടിവുക്കരശ്ശിനി കള്ളിമുൾ ചെടികളുടെ മറവിൽ മൃഗനയനി. നിൻ കരുമനകൾ കരടികൾ കടിച്ചിഴയ്ക്കുന്നതും കണ്ട് കണ്ണേ മടങ്ങുക എന്നാധിമാധുലൻ നെഞ്ചു പൊടിയും മട്ടുപാടിയതുമൂർത്തേ. സത്യ തിരുമകനിളങ്കോവടിക്കു ദീർഘത്തിന കരൾക്കുള്ളിൽ ഉയരാനുട ചണ്ടി കള്ളിയൻ കാടുമറന്നു പോയോ. നിന്റെ ഉൾ അലിവു പോൽ വന്നുദിക്കുന്നില്ല. നീ പോയതിൽ പിന്നെ നെയ്യാറിടം പെരിശങ്കുമിട്ടാറില്ല. കാർത്തിക നിലാവിൻ മകരമഞ്ഞൊഴുകുന്ന രാവുകളിൽ നിഴലുകൾ വാസനിക്കാറില്ല. വഴിയമ്പലങ്ങളിൽ വിഷനീലമാർന്നു കത്തുന്ന ശിരസാട്ടി വഴിപോക്കരെ കാട്ടുവാഴകൾ ക്ഷണിച്ചു. കള്ളിയങ്കാടടക്കുന്ന മലയക്ഷിയായി കൽപ്പനകളിൽ വന്നു നീ അവതരിച്ചു. ഇനി എന്നു മോചനം ഭദ്രേ, ഇനി എന്നു മോചനം ഭദ്രേ. കള്ളിയൻ കാട്ടെ കറുത്ത നീലി, കള്ളിയൻ കാട്ടെ കറുത്ത നീലി. നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തിരിനാളമുണ്ടെന്നു കാടു പറയുന്നതും കാറ്റു പറയുന്നതും കവിത പറയുന്നതും കള്ളം. കവിത പറയുന്നതും കള്ളം. വളരെ പവർഫുൾ ആയ ഒരു റെൻഡിഷനായിരുന്നു അത്. ശരണാഗതർക്ക് അഭയം നൽകുന്ന ഇടയൻ അവനെവിടെ? കൃഷ്ണപക്ഷത്തിലെ പക്ഷി പാടുന്നത് കാണാൻ. എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ ഞാൻ വാൻവി സാറിൻ്റെ കൃഷ്ണപക്ഷത്തിലെ പാട്ടാണ് പാടുന്നത്. ഞാൻ ചെറുപ്പത്തിലൊരിക്കൽ സ്കൂളിൽ കലോത്സവത്തിന് പാടിയതാണ്. ഒരു ഓർമ്മ വെച്ചിട്ടാണ് രാജുവിനോട് ഞാൻ പറഞ്ഞത് ഈ കവിത തന്നെ നോക്കാം. രാജുവേട്ടൻ പറഞ്ഞ വായിലായിരുന്നു, എനിക്കറിയില്ല, അറിയാവുന്ന കവിത പാടാം. ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു നിങ്ങൾ, ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു. ചുട്ടരിച്ചു നിങ്ങൾ ഗോകുലം, ഞങ്ങളുടെ പൈക്കളയും മാറ്റിത്തെളിച്ചു. ഒട്ടുതൊട്ടുറിയിലെ ചെറുമൺകലങ്ങൾ വരെ ഒക്കെയും വന്നപഹരിച്ചു. ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയായവനെ, ഞങ്ങൾക്കൊരുണ്ണിയും ഉടയോരുമായവനെ, ഞങ്ങളിലെ ഉണ്മയും ആരുയിരുമായവനെ, ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു. നിങ്ങൾ ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു. ചില്ലകളിലുളയും ഘനശ്യാമ ഭംഗിയുടെ
ചിത്താള ചീന്തി തെളിച്ചു. ഒടുവിൽ ഈ ഗോപകുല നാരികളെ ഞങ്ങളുടെ ഓമൽ കിടാങ്ങൾ തന്നമ്മമാർ കറവ പശുക്കളായി അറവിൻ ഗുരുക്കളായി തെരുവിലൂടാട്ടി തെളിച്ചു. അരിയതയിൽ കടയുന്ന താളം മറന്നു, നിജനടനം മറന്നു, നിജനടയും മറന്നൊടുവിൽ അഭയമന്ത്രം മറന്നു. അവരുടെ വിഷാദകരിമേഘങ്ങൾ നിശബ്ദമലയുന്നൊരീ വന്യഭൂമി. അവനെവിടെ അശരണർക്ക് അഭയകരനാം കണ്ണൻ, അവനെവിടെ ഞങ്ങളുടെ ഇടയോൻ. അവനെ ഈ കുടിലുകൾ വിളിക്കുന്നു, തീ കത്തിയെരിയുന്ന പുകയുന്ന ചുടുചാരമാകുന്ന കുടിലുകൾ വിളിക്കുന്നു. മലിനയാം യമുനയുടെ വിറയാർന്ന കൈ മാടി മാടി വിളിക്കുന്നു. കരിയുന്ന കാടുകൾ വിളിക്കുന്നു, കാട്ടുതീയെരിയുന്ന കൊമ്പിലെ ചിറകുകൾ കത്തുന്ന പറവകൾ വിളിക്കുന്നു. നിങ്ങൾ വാണരുളുന്ന പുരികളിലെ ഇരുവീണ തെരുവിന്റെ വീതിയിൽ തനതുയിരുപോറ്റുവാൻ തനതു മാംസത്തിന്റെ വിപണികളിലായി വിറ്റഴിക്കപ്പെടുന്നവർ തെരുതരെ വിളിക്കുന്നു. സഹികെട്ട സർവം സഹ വിളിക്കുന്നു, നീ തിരികെ വരികാരോമനുണ്ണി. നിസ്വരാം ഞങ്ങൾ നിജ കൃഷ്ണമണി എന്ന പോൽ ഇത്ര നാൾ പോറ്റിയോരുണ്ണി. ഉയരെ നിന്നൊരു മുകിലലിഞ്ഞ് നെഞ്ചുരുകുമീ ഞങ്ങളുടെ ഉടലിലെ കുയിരിലേക്കൊരു മാരി പെയ്തിറങ്ങുമ്പോ, ഒരു കുളിരു പെയ്തിറങ്ങുമ്പോ, വണ്ടുകൾ തുളച്ച പുൽത്തണ്ടുകളിൽ ഞങ്ങളിൽ വീണ്ടും ഒരു കാറ്റായി വരൂ നീ. വരൂ ഞങ്ങൾ പാടാൻ മറന്നൊരീണങ്ങളിൽ, വരൂ ഞങ്ങൾ തേടും പ്രഭാത മാർഗങ്ങളിൽ. തിരികടും ഞങ്ങളുടെ മണ്ണും ചിരാതുകളിൽ നീ, വരൂ ഞങ്ങളാം ശൂന്യപാത്രങ്ങളിൽ. സർപ്പശാപവും ചുമന്ന് ആത്മശമനം നിന്നിൽ തന്നെ ഭഗവാനെ എന്ന് ഞാൻ കിതയ്ക്കുന്നു. വില്ലുമംഗലം സ്വാമിയാരുടെ ജീവിതാനുഭവങ്ങളിൽ ചിലത് വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഈ കവിത വില്ലുമംഗലം ആലപിക്കുന്നത് ബിനോയ്. എല്ലാവരും ഒന്ന് ശ്വാസം ഒന്ന് നന്നായിട്ടിട്ടു. കാരണം ഇത്രയും നേരം എല്ലാവരും ഭയങ്കര ശ്വാസം അടക്കി പിടിച്ച കേൾക്കുമല്ലായിരുന്നു. വില്ലുമംഗലം വളരെ ലളിതമായ ഒരു കവിതയാണ്. വളരെ ലളിതമായ ഒരു കവിത. ഇപ്പം കേട്ട കവിതകളെ പോലെ ബൃഹത്തായ കവിതകളൊന്നുമല്ല. വളരെ ചെറിയൊരു കവിത. ഒറ്റ പ്രാവശ്യം കേട്ട എല്ലാവർക്കും പഠിക്കാം. ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കവിത. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വില്ലുമംഗലം സ്വാമിയാർക്ക് അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു മാനുഷികമായ സമയത്ത് ഉണ്ടായ ഒരു ചേതോവികാരവും അതിൻ്റെ പിറകെയുള്ള സംഭവവാസങ്ങളുമാണ് ഈ കവിത. ഇരുട്ടിൽ ശവം തന്നെ തുഴയും ചെങ്ങാടവും പുഴ നീന്തി ഞാനന്ധം നിൻ കരയടുക്കുന്നു. ഉയർമേടയിൽ നിന്റെ മംസളജ്വാലാകാരം ഉലയും പമ്പിൻ കോണി തൂങ്ങി ഞാൻ പ്രാപിക്കുന്നു. ശവഗന്ധവും സർപ്പശാപവും ചുമന്ന് ആത്മശമനം
നിന്നിൽ തന്നെ ഇന്നു ഞാൻ കിതയ്ക്കുന്നു. ഒരു മൂലയിൽ ഉണ്ണിക്കണ്ണന്റെ തേജോരൂപം, കളിയായി ചിരിക്കുന്ന ചുണ്ടത്തു പുല്ലാങ്കുഴൽ, വനമാലയിൽ കാലം തുളസിപ്പൂനിലയായി മണമാർന്നെന്നെ കൂടെ മാറിലേക്കണയ്ക്കുന്നു നീ. ഒരു പൈതലിൻ പിച്ചക്കളിയാകുന്നു ഞാനും, ഒരു പൈതലിൻ പിച്ചക്കളിയാകുന്നു ഞാനും, ഒരു മാത്രയായി പൂത്ത ഗാനമാവുന്നു സർവം. പെട്ടെന്നു നീ ആ കൃഷ്ണ വിഗ്രഹത്തിനു മീതെ പട്ടുകഞ്ചുകമഴിച്ചിട്ട് അത് മറയ്ക്കുന്നു. പെട്ടെന്നു നീ ആ കൃഷ്ണ വിഗ്രഹത്തിനു മീതെ പട്ടുകഞ്ചുകമഴിച്ചിട്ടത് മറയ്ക്കുന്നു. ചില്ലുവെട്ടമായി ഭ്രമഗീതിയായി മതദ്രവതാളമായി ശമിക്കാത്തൊരഗ്നിയായി സുഖത്തിന്റെ പല്ലുകൾ നഖങ്ങൾ നീ താഴ്ത്തവേ. രക്തം വാർന്നു എല്ലുകൾ ഞെരിഞ്ഞു ഞാൻ നിർവൃതി പുണരവേ. രക്തം വാർന്നു എല്ലുകൾ ഞെരിഞ്ഞു ഞാൻ നിർവൃതി പുണരവേ. പത്തികൾ പഞ്ചേന്ദ്രിയവാതിലുകൾ അടയ്ക്കവേ, പത്തികൾ പഞ്ചേന്ദ്രിയവാതിലുകൾ അടയ്ക്കവേ. നേർത്തകന്നുവോ നീലത്തുളസി പൂവും പാട്ടും, നേർത്തകന്നുവോ നീലത്തുളസി പൂവും പാട്ടും. Thank you so much. അപ്പോൾ നമുക്ക് തുടരാം. വയലാറിൻ്റെ മറ്റൊരു കവിതയാണ്. ഈ കവിതയിൽ വയലാർ പറയുന്നത്, വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാൻ ശക്തിയുള്ളത് വാളിനേക്കാളും വീണയ്ക്കാണ്. ഇതിൽ തന്നെ സർഗസംഗീതത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾക്ക് സർഗസംഗീതം പരിചയമുണ്ടെങ്കിൽ അത് കേൾക്കാം. അതിൻ്റെ ഒരു ഭാഗത്തുണ്ട്, വാളല്ലൻ സമരായുധം ഘനഘനം മുഴക്കിയിടുവാൻ ഞാൻ ആളല്ല, ഉടവാള് വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ. അത് തന്നെ ഈ കവിതയിലും കാണാം. എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് പാടുന്നത് ഞാൻ എൻ്റെ വാഗ്മീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല, മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, നിശ്ചഞ്ചല ധ്യാനത്തെ ചലനമായി ശക്തിയായി ഉണർത്തുവാൻ, അന്തരിന്ദ്രിയ നാഭീപത്മത്തിനുള്ളിൽ പ്രാണസ്പന്ദങ്ങൾ സ്വരൂപിച്ച് വിശ്വരൂപങ്ങൾ തീർക്കാൻ, അവയും ഞാനും തമ്മിലൊന്നാവാൻ യുഗചക്ര ഭ്രമണ പഥങ്ങളിൽ ഉഷസായി നൃത്തം വയ്ക്കാൻ. ഞാൻ എൻ്റെ വാഗ്മീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നു പോയി, മനസ്സിൻ സർഗധ്യാനം. ഉടവാളുരുക്കി ഞാൻ വീണ തീർത്തത് നാവിലുറക്കു പാട്ടും പാടി സഞ്ചരിക്കുവാനല്ല, ഉടവാളുരുക്കി ഞാൻ വീണ തീർത്തത് നാട്ടിലുറക്കു പാട്ടും പാടി സഞ്ചരിക്കുവാനല്ല, കാറ്റടിച്ചിളക്കുന്ന കാലത്തിൻ ധീരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ, മനുഷ്യ മസ്തിഷ്കത്തിനോടല്ല മാംസത്തോടല്ല മനസ്സിനോ
മനുഷ്യ മസ്തിഷ്കത്തോടല്ല, മാംസത്തോടല്ല, മനസ്സിനോടെ കാവ്യ സംഹൃദയം സംസാരിക്കൂ. പടവാളിനെക്കാളും വീണയ്ക്ക് വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ. നാലുകെട്ടുകൾക്കുള്ളിൽ പൂർവികരുടെ പടവാളിനു പൂവർപ്പിച്ച പൂണൂലിൻ പാരമ്പര്യം അവയോടൊപ്പം വലിച്ചെറിഞ്ഞ് മനുഷ്യന്റെ കവിയായി ദശാബ്ദങ്ങൾ പിന്നിട്ടു വരുന്നു ഞാൻ. ഉടഞ്ഞു കിടക്കുന്ന വിഗ്രഹങ്ങളെ, മണ്ണോടടിഞ്ഞു തകരുന്ന ഞാനെന്ന ഭാവങ്ങളെ നഗ്നപാതനായി പിന്നിട്ടെത്തി ഞാൻ ആത്മാവിലെ ഭദ്രദീപത്തിൻ പട്ടുനൂൽ തിരികെടുത്താതെ. ഞാൻ എൻ്റെ വാത്മീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല. സർഗശക്തിയാകുന്ന ഈ അശ്വത്തെ, ഈ കുതിരയെ ഞാനിതാ വിട്ടയക്കുന്നത്. ആരുണ്ട് ഇതിനെ പിടിച്ചു കെട്ടാൻ? വയലാറിൻ്റെ അശ്വമേധം ആണ് അടുത്തത്. ആലപിക്കുന്നത് രാജേഷ്. അശ്വമേധം ആദ്യമായിട്ടാണ് ഒരു മൈക്കിന് മുന്നിൽ ഒരു സദസ്യങ്ങൾ പാടുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സഭാകമ്പമുണ്ട്. കൂടാതെ തന്നെ 2 കൊച്ചുകുട്ടികൾ ഈ കവിത നേരത്തെ ഒരു ചൊല്ലിയിട്ട് പോയി. അതിൽ ഒരു ബിരുദൻ കറക്റ്റ് ചെയ്യുന്നതായിരുന്നു ചേട്ടനെ കാണി. അവിടെ നിന്ന് എന്നെ കറക്റ്റ് ചെയ്തത് പ്ലീസ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിലൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാരന് തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹ കണ്ടതാണി കുതിരയെ. കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണിക്കുളമ്പുകൾ. ഭക്തരാഷ്ട്ര പ്രതാപങ്ങളുടെ കോട്ട കുത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര ഒറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കുന്നുകൾ. അക്കുളമ്പടിയേറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടം. കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് സഞ്ചരിച്ചൊരു ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ. കൊഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് സഞ്ചരിച്ചൊരു ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു
കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ. പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ. ആഗമാവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ. അങ്കമാടി കുതിരയെ വീണ്ടെടുത്തണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ. മണ്ണിൽ നിന്നു പിറന്നവർ, മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ. നേടിയതാണവരോട് ഞാൻ എന്നിൽ നാടുണർന്നൊരു നാളി കുതിരയെ. നേടിയതാണവരോട് ഞാൻ എന്നിൽ നാടുണർന്നൊരു നാളി കുതിരയെ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെന്റെ ചൈതന്യ വീജികൾ. ഈശ്വരനല്ല, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഉള്ളുലയ്ക്കുന്ന ഒരു ONV കവിതയാണ് അടുത്തത്. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടും. പേരെന്ത് തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ്. കവിത ആലപിക്കുന്നത് ശ്രീദേവി. എല്ലാവർക്കും നമസ്കാരം. ഞാനും ആദ്യമായിട്ടാണ് ഒരു സദസ്സിനെ ഇങ്ങനെ അഭിമുഖീകരിച്ചൊരു കവിത ചൊല്ലാൻ പോകുന്നത്. അപ്പം ഞാൻ ചൊല്ലുന്നത് ONV കുറുപ്പിന്റെ കോലമ്പ് മണികൾ. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പ് കതിരിന്റെ നിറമാണ്, പേടിച്ച പേടമാൻ വിളിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മേൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ്. കോതമ്പ് പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്. കത്തും മരളി പോൽ ചുട്ടു പഴുത്തൊരാ കുഗ്രാമഭൂവിൻ കുളിരാണ്. ആരെയോ പ്രാഗി മടയ്ക്കുമോരമ്മയ്ക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ്. ആരാന്റെ കല്ലിന്മേൽ രാഗി അഴിയുന്നൊരച്ഛന്റെ ആശതൻ കൂടാണ്. താഴെയുള്ളിത്തിരി പോന്ന കിടാങ്ങൾക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ്. പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നെ. കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ, കുഞ്ഞു വയർ നിറച്ചാഹാരം. കല്ലുമണിമാല കൈവള ഉത്സവച്ചന്തയിലെത്തും പലഹാരം. തൊട്ടയലത്തെ തൊടിയിൽ കയറിയോരത്തിപ്പഴം നീ എടുത്തു തിന്നു. ചൂരൽപ്പഴത്തിന്റെ കയ്പുനീരും കണ്ണുനീരുമതിനെത്ര മോന്തിയില്ല. പിന്നെ മനസ്സിൽ കൊതിയുണർന്നാലത് പിഞ്ചിലെ നുള്ളി എറിഞ്ഞിടുന്നു. കൊയ്ത്തു കഴിഞ്ഞൊരു കോതമ്പ് പാടത്ത് കുറ്റികൾ കത്തിക്കരിയുമ്പോൾ ഒറ്റയ്ക്കിരുന്നു നിൻ തുച്ഛമാം സ്വപ്നങ്ങൾ ഒക്കെ കരിഞ്ഞതും കാണുന്നു. ഞെട്ടുന്നില്ലുള്ളൂ നടുങ്ങുന്നില്ല, നീ ഞെട്ടുറപ്പുള്ളൊരു പൂവല്ലേ. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. ഞാറ
പറിച്ചു നട്ടിടണം ഞാറ്റുവേലക്കാലമെത്തുമ്പോൾ. വിറ്റു വളർന്ന കുടി വിട്ടു പെണ്ണിന് മറ്റൊരിടത്ത് കുടിവയ്പ്പ്. വയലിനുമപ്പുറത്തേതോ സ്വയംവരപ്പുകിലിന്നു മേലാട പോകുമ്പോൾ. വെറുതെ ഈ നിലവുകൾ വന്നുപോയി വെയിലത്തൊരു മഴച്ചാറ്റൽ പോലെ. വെറുതെ ഈ നിലവുകൾ വന്നുപോയി വെയിലത്തൊരു മഴച്ചാറ്റൽ പോലെ. നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. ചൂടാതെ പോയി നീ എന്ന ഈ അതിപ്രശസ്തമായ കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വളരെ പോപ്പുലറായ ഒരു കവിത ആലപിക്കുന്നത് മുനൈസ്. താങ്ക് യു മമത. ഒരു തീം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഈ കവിതയിൽ കവർ ചെയ്തില്ല. അതെന്തായിരുന്നു? പ്രണയം, വിരഹം. അതില്ലാതെ ഒരു കവിത വേണ്ട. അത് ഒത്തിരി അതിനു വേണ്ടിയാണ് കേട്ടോ. വയലാറല്ല, ചുള്ളിക്കാടാണ്. ഈ സാഹസത്തിന് മുതിരണമെന്ന് കരുതിയതല്ല. പക്ഷെ രാജീവേട്ടൻ പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ വെള്ളം ഒഴിച്ചതിന് വളം ഇട്ടതിന് നന്ദി രാജീവേട്ടൻ. ശ്രമിക്കട്ടെ. അപ്പൊ ഇതിലൊരു ഇത്തിരി ഈണവും കൂടെ വരുന്നുണ്ട്. ഒരു പാട്ട് പോലെ ആയിരുന്നു. നോക്കാം. ചൂടാതെ പോയി നീ, ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചോരൻ പനീർ പൂകൾ, പനീർ പൂകൾ. കാണാതെ പോയി നീ, കാണാതെ പോയി നീ, നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ, വാക്കുകൾ. ഒന്നു തൊടാതെ പോയി വിരൽ തുമ്പിനാലെന്നും നിനക്കായി തുടിക്കുമൻ തന്ത്രികൾ, തന്ത്രികൾ. അന്ധമാം സംവത്സരങ്ങൾക്കുമക്കരെ അന്തമിഴാത്തതാ ഓർമ്മകൾക്കക്കരെ കുങ്കുമം തൊട്ടു വരുന്ന ശരത്കാല സന്ധ്യയാണെന്നു എനിക്കു നീയോമനേ, ഓമനേ. ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചോരൻ പനീർ പൂകൾ, പനീർ പൂകൾ. ഇനി ഈ കവിതയിൽ വരുന്ന 2 വരികൾ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന വരികളാണ്. നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചവർക്കൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ജോഡിക്കാൻ പറ്റുന്ന ഒരു 2 വരികൾ. ഈ വരികൾ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ കവിത ചൂസ് ചെയ്തത്. ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താനന്ദമാണെനിക്കോമനേ, ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താനന്ദമാണെനിക്കോമനേ.
എന്നെന്നുമെൻ പാനപാത്രം എന്നെന്നുമെൻ പാനപാത്രം നിറയ്ക്കുന്നു നിന്ന സാന്നിധ്യം പകരുന്ന വേദന ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചോരൻ പനീർ പൂകൾ കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ താങ്ക് യു. സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതിയതാണ് ഇതിനകത്ത് ആദ്യത്തെ 4 വരികൾ. അതായത് ഒരാൾ പറയാണ് പുള്ളിയോട്, എൻ്റെ സുഹൃത്തിന്റെ കല്യാണമാണ് നാളെ കഴിഞ്ഞാൽ, അപ്പോൾ അവൾക്ക് അങ്ങയുടെ കവിതകളെല്ലാം വളരെ ഇഷ്ടമാണ്, ഒരു 4 വരി എഴുതി തരാമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എഴുതി കൊടുത്ത 4 വരികളാണ്. അതിൽ ഈ പറഞ്ഞ പോലെ പരിഭവവും പ്രണയവും വിരഹവും നഷ്ടബോധവും എല്ലാം വളരെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. താങ്ക് യു അഗൈൻ വിനീത്. ഒരു കവിത കേൾക്കുമ്പോൾ അതിലെ ഓരോ വരികളും ഓരോ ചിത്രം പോലെ, ഓരോ രംഗം പോലെ കൺമുന്നിൽ കാണാൻ സാധിച്ചാൽ അത് ആ കവിയുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്നു എന്ന് നമുക്ക് പറയാം, അല്ലേ? രാവണപുത്രിയിൽ നമ്മളത് കണ്ടായിരുന്നു. ആദ്യം തന്നെ അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട് വയലാർ. യുദ്ധം കഴിഞ്ഞു, ബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവണന്റെ ചിന്തകളിലേക്ക് വയലാർ വരുന്നത്. ഇപ്പോ അടുത്ത ഈ കവിത നോക്കിക്കഴിഞ്ഞാൽ, താടക നോക്കിക്കഴിഞ്ഞാൽ, വിന്ധ്യനെ കുറിച്ച് തുടങ്ങി വിന്ധ്യനിൽ അവസാനിക്കുന്ന ഒരു കവിതയാണ്. അതിന്റെ ആദ്യത്തെ കുറച്ച് വരികൾ നോക്കൂ, എന്ത് ഭംഗിയായിട്ട് അത് കുറിച്ചിട്ടിരിക്കുന്നത്. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. അപ്പൊ അത് ആ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് വയലാർ. ഓർ ടു യു സുമ. എല്ലാവർക്കും നമസ്കാരം. ഒരു തവണ കൂടെ താടക എന്ന രാജകുമാരിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കവിസന്ധ്യയിലേക്ക്. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. പാർവതി പൂജയ്ക്കു പോന്നുള്ളുവാൻ വന്ന് ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചാലുകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ. താമരച്ചാലുകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ. ഏതോ തപോധനൻ കൊണ്ടു നടക്കും കാമസ്വരൂപനെ. സ്ത്രീ ഹൃദയത്തിൽ ഉന്മാദമുണർത്തുമാ മോഹനകാമാംഗ ഭംഗി നുകർന്നവൻ കണ്ണിടുക്കാതൊരഭൗമ രോമാഞ്ചമായി നിന്നാൽ സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവി
വിളിച്ചു ചൊല്ലി മുനി താടകയെന്ന നിശാചരിയാണവൾ. ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ച നാൾ. വാമനന്മാരായി വിരുന്നു വന്നീ ദാനഭൂമിയിൽ യാഗ പശുക്കളെ മേച്ച നാൾ. ദ്രാവിഡ രാജാതിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടിയുടച്ച നാൾ. വിശ്വമാതൃത്വത്തെ വേദമഴവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ. ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോപാരുണങ്ങളാൽ താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ. ചിത്രശിലാതലങ്ങൾക്കു മീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട വനനദീ തീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ. കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിളുങ്ങാതെ ഏകയായി ദാശരഥി തന്നരികത്ത് അനുരാഗദാഹ പരവശയായി വന്നു താടക. ഞാൻ വടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾ വരെ എത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകതൻ തളത്താമരമൊട്ടിളം കൈവിരൽ ഓടവേ. ഞാൻ വടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾ വരെ എത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകതൻ തളത്താമരമൊട്ടിളം കൈവിരൽ ഓടവേ. അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർവികാരമുണരവേ. അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർവികാരമുണരവേ. ആദ്യത്തെ മാതക ചുംബനത്തിൽ തന്നെ പുത്തുവിടന്നു പോയി രാമന്റെ കണ്ണുകൾ. കിളുങ്ങും സ്വരവുമായി ചോദിച്ചു മുക്താനുരാഗ വിവശയായി താടക. മുത്തുകിളുങ്ങും സ്വരവുമായി ചോദിച്ചു മുക്താനുരാഗ വിവശയായി താടക. ആര്യവംശത്തിൻ അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിന്റെ സ്വർണസിംഹാസനം. ആര്യവംശത്തിന് അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിന്റെ സ്വർണസിംഹാസനം. ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺപടി. യജ്ഞകുണ്ഡത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി. യജ്ഞകുണ്ഡത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു. വെല്ലുവിളിക്കൂ ശരം തൊടുക്കൂ രാമ കൊല്ലൂ നിശാചര താടകയാണവൾ. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം. മറ്റൊരസ്ത്രത്താൽ തകർന്നു പോയി സ്തബ്ധനായി പുത്രീ വിയോഗഭ്യതിയിൽ വിന്ധ്യാചലം. ഇന്നിവിടെ കവിത ആലപിച്ചു
ഒരു കവിത, ഒരു അഭയാർത്ഥിയുടെ മരണക്കുറിപ്പ്. അതാണ് ഗൗരി ആലപിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നും പലായനം ചെയ്യുന്നതിനിടയിൽ കടലിൽ മുങ്ങി മരിച്ച സുഡാനിയൻ അഭയാർത്ഥികൾക്ക് സമർപ്പിച്ച കവിതയാണിത്. താങ്ക് യു മമതാൻറ്റി. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ചൊല്ലാൻ പോകുന്നത് ഒരു അഭയാർത്ഥിയുടെ മരണക്കുറിപ്പാണ്. ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ കുറച്ച് വരികൾ. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ രാജ്യം മതം നിങ്ങൾ തെരഞ്ഞില്ല. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ രാജ്യം മതം നിങ്ങൾ തെരഞ്ഞില്ല. കറുപ്പേറെ കറുപ്പെന്ന നിറം കൊണ്ടു മുറിവേറ്റു നിറന്നെത്തി, നിങ്ങളവരുടെ തരം നോക്കിയില്ല. കറുപ്പേറെ കറുപ്പെന്ന നിറം കൊണ്ടു മുറിവേറ്റു നിറന്നെത്തി, നിങ്ങളവരുടെ തരം നോക്കിയില്ല. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ രാജ്യം മതം നിങ്ങൾ തെരഞ്ഞേയില്ല. ഭയം മൂടി പനിക്കുന്നു അഭയമറ്റാലംബമറ്റോൾ, അഭയാർത്ഥി ചിറകു പൊട്ടി കടലു തീണ്ടുന്നു. പൊന്നു തടയിൽ തുമ്പി പോലെ തെന്നി നീങ്ങുന്നു. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ ഗോത്രം നിറം നിങ്ങൾ തെരഞ്ഞില്ല. കരള നിങ്ങൾ കൊത്തിടുമ്പോൾ അകത്തെ കുഞ്ഞറയ്ക്കുള്ളിൽ കിനാവു കണ്ടുറങ്ങുന്ന കിളിപ്പെണ്ണുണ്ട്. അവളുടെ മയക്കം നീ കെടുത്തേണ്ട, മയങ്ങിക്കൂട്ടേ. കരൾ നിങ്ങൾ കൊത്തിടുമ്പോൾ അകത്തെ കുഞ്ഞറയ്ക്കുള്ളിൽ കിനാവു കണ്ടുറങ്ങുന്ന കിളിപ്പെണ്ണുണ്ട്. അവളുടെ മയക്കം നീ കെടുത്തേണ്ട, മയങ്ങിക്കോട്ടെ. കിനാവാൽ മൺകുടിൽ കെട്ടി മണിവാതിൽ ചാരി എന്നെ പ്രതീക്ഷിച്ചു മയങ്ങുന്ന കിളിപ്പെണ്ണുണ്ട്. അവളുടെ മയക്കം നീ കെടുത്തേണ്ട, മയങ്ങിക്കോട്ടെ. ഞാൻ മുങ്ങിയ കടലിൻ്റെ പേരെനിക്കറിയില്ല പ്രിയേ. ഞാൻ മുങ്ങിയ കടലിൻ്റെ പേരെനിക്കറിയില്ല പ്രിയേ. നെഞ്ചിടിപ്പിൻ പക്ഷി നിന്നെ തേടി വന്നേക്കാം. എൻ്റെ പാതി മുങ്ങിയ വാക്കൊരെണ്ണം കൊണ്ടു തന്നേക്കാം. കള്ളബോട്ട് കയറുമ്പോൾ കൊണ്ടുവന്ന കിനാവൊന്നു കൊയ്തെടുക്കാൻ നേരമില്ല, നീ പൊറുക്കേണം. എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എൻ്റെ രാജ്യം മതം നിങ്ങൾ തെരഞ്ഞേയില്ല. നെഞ്ചിൽ നിങ്ങൾ കൊത്തിടുമ്പോൾ അമ്മ ദൂരെ തേങ്ങിടുന്ന നേർത്തനാദം കേൾക്കും, നിങ്ങൾ പിന്തിരിയണ്ട. നെഞ്ചിൽ നിങ്ങൾ കൊത്തിടുമ്പോൾ അമ്മ ദൂരെ തേങ്ങിടുന്ന നേർത്തനാദം കേൾക്കും, നിങ്ങൾ പിന്തിരിയണ്ട. കാപ്പിരി കുടിലങ്ങ് ദൂരെ കാത്തിരിപ്പിരു കണ്ണുനീലെ കുന്നുപോലെ മരുന്നും കൊണ്ടെന്ന് വന്നു.
പിന്നിടും. പിന്നെ നിന്റെ കൈ കൊണ്ടെന്റെ കണ്ണീർ എന്ന മായ്ച്ചിടും. നെടുവീർപ്പിൻ കമ്പിളിക്കീറപ്പുതപ്പിൽ താടിയൂന്നി ഈ പാണൻ മാതൃനാഥം പെറ്റ മാതാവും. കറുപ്പേറെ കറുപ്പെന്ന് നിറം കൊണ്ടു മുറിവേറ്റു വെറുപ്പേറെ കുടിക്കുന്നു ഉറക്കം കെട്ടോർ. ഒറ്റ വിത്തും മുളയ്ക്കാത്തോർ ഒട്ടുകാറിട്ടു പോയോർ വറ്റി വരളും വിശപ്പെന്നും ചുട്ടു തിന്നുന്നോർ. ആത്മഹർഷം നിന്നെനിക്ക് മാറ്റി നിർത്താതെന്നെ നിങ്ങൾ കാപ്പിരിത്തൊലി മാറ്റി എന്നെ തിന്നു തീർക്കുമ്പോൾ വിറ്റു നൽകരുതിൻ്റെ ദേഹം. വിറ്റു നൽകരുതിൻ്റെ ദേഹം. അടക്കത്തിനു പണം തേടി അലയാനമ്മയ്ക്ക് കാലം ബലം നൽകില്ല. എന്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി. എന്റെ ഗോത്രം നിറം നിങ്ങൾ തെരഞ്ഞില്ല. ബോട്ടിൽ യാത്രക്കാരൊരൽപ്പം നീരിനായി തമ്മിൽ പിണങ്ങി പോകുവയിലേട്ടോ മയങ്ങി പാതി കൺകൊമ്പി. ഗ്രീസിലേക്കിനി എത്ര ദൂരം, ജീവിതത്തിനെത്ര ദൂരം, നോട്ടമെത്ത കടൽ കണ്ണീർ തുളുമ്പിടുമ്പോൾ. എന്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി. എന്റെ രാജ്യം നദം നിങ്ങൾ തെരഞ്ഞില്ല. നന്ദി. അതിനു മുമ്പ് വോട്ട് ഓഫ് താങ്ക്സിനായി ബിനോയിയെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. സാഹിത്യവും സംഗീതവും ഇഷ്ടപ്പെടുന്ന ബിനോയ് അതിലുപരിയായി ഒരു നല്ല ചിത്രകാരൻ കൂടിയാണ്. വയലാറിന്റെ ആ ചിത്രം വരച്ചത് ബിനോയിയാണ്. എല്ലാവർക്കും ആദ്യം നന്ദി പറയട്ടെ. നമ്മുടെ നേരത്തെയുള്ള കാവ്യസന്ധ്യയിൽ നിന്നൊക്കെ കുറച്ചുകൂടെ ഭയങ്കര ഹൈപ്പുള്ള ഒരു കാവ്യസന്ധ്യയായിരുന്നു ഇത്. എല്ലാവരും കുട്ടികൾ തൊട്ട് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. കവിത ഇങ്ങനെ നമ്മുടെ ഗസ്റ്റായിട്ടൊക്കെ വന്നവരുടെ കവിതകളൊക്കെ കേട്ടപ്പോൾ ഞാൻ ശ്വാസം അടങ്ങിപ്പിക്കാൻ പോകുമോ എന്നുള്ളത് തോന്നൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. അതുപോലത്തെ കവിതകൾ. എല്ലാവർക്കും വളരെ നന്ദി, സന്തോഷം. വയലാറിനെ പറ്റി രണ്ട് വാക്കേ പറയത്തുള്ളൂ, കൂടുതൽ പറയത്തില്ല. അടുത്ത വേറൊരു വലിയൊരു സംഭവം വയലാറിന് കിട്ടിയ പോലെ ഒരു ഫ്യൂണറൽ അടക്കം വേറെ ഒരു സാഹിത്യകാരന്മാർ കിട്ടിയിട്ടില്ല. ഏതാണ്ട് 16 മണിക്കൂർ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ വയനാട് വരെ രാത്രിയിലും പകലും ഭയങ്കര തോരാത്ത മഴയിൽ എല്ലാവരും ഇങ്ങനെ വഴിനീളെ നിന്ന് അങ്ങനെ ഒരു യാത്രയായിരുന്നു. നമ്മൾക്ക് ഈ എന്താണ് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ ഒരിക്കലും സാഹിത്യകാരന്മാർ കിട്ടത്തില്ല. അതിനു മുമ്പ് കിട്ടിയിട്ടില്ല, വയലാറിന് ശേഷവും കിട്ടിയിട്ടില്ല. അതുപോലെ വയലാറിൻ്റെ മരണത്തിന് സ്കൂളുകൾക്ക് അവധി കൊടുത്തു. ആദ്യമായി നടന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇങ്ങനെ പറയാൻ പോവുകയാണെങ്കിൽ വയലാറിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ എടുത്തു പറയേണ്ട കാര്യമായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള, അത് 8ാം ക്ലാസ്സിൽ ജയിച്ചിട്ടില്ലാത്ത വയലാർ സർഗസംഗീതം മുതൽ ഇപ്പം മാമൂളുപാടി ഉള്ള ഇന്റർനാഷണൽ കവിതകളൊക്കെ എഴുതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കാതിരിക്കുന്നത്? ഒരിക്കലും മരണമില്ലാത്ത മനുഷ്യൻ. ഇന്ന് ഇവിടെ കുട്ടികളെ കവിതകൾ പഠിപ്പിച്ച എല്ലാ മാതാപിതാക്കൾക്ക്, അവരുടെ ഗ്രാൻഡ് പേരൻസ്, അതുപോലെ തന്നെ
വേറെ എന്താണ് കവിതകൾ പരിശീലിപ്പിച്ച ഇതിനെപ്പോലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകം ആ കവിസന്ധ്യയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ എഫേർട്ടിന് പ്രത്യേകം നന്ദി. കൈയടിക്കുന്നു വയലാറിൻ്റെ ജസ്ബായുടെ പറഞ്ഞ പോലെ വയലാർ ട്രസ്റ്റാണ് ഇന്ന് നമുക്ക് ഒരു കോർഡിനേറ്റ് ചെയ്തൊക്കെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പെരുവിടം സുരൻ സാറാണ് ഇന്ന് ഇപ്പം അദ്ദേഹത്തിന് ശാരീരികമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം പ്രസിഡൻ്റാണ്. പിന്നെ ഡോക്ടർ ബി സതീഷ് സെക്രട്ടറിയാണ്. അവർക്ക് രണ്ടുപേർക്കുമുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് നമ്മൾ അറിയിക്കുന്നു. അതുപോലെ വയലാർ രാമവർമ്മ ട്രസ്റ്റിനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. MCSCയുടെ ഭാരവാഹികൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് പോയി എങ്കിലും അവർ ഉണ്ടായിരുന്ന MCSCയുടെ പ്രസിഡന്റ് അതിനോട് പ്രത്യേകം നന്ദി പറയുന്നു. MCSCയുടെ പ്രസിഡന്റ് നമുക്ക് ഇവിടുത്തെ സ്നാക്സ് സ്പോൺസർ ചെയ്തിട്ട് ഇതിനോടുള്ള പ്രസിഡന്റിനോട് നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഡോക്ടർ ക്ലാര ഉള്ള പ്രത്യേകമുള്ള നന്ദി. ഞങ്ങളെ കുറച്ച് വാക്കുകൾ കൊണ്ട് വളരെയധികം ഈ കാവ്യസന്ധ്യയും കവിത എന്താണെന്നുള്ളതും കവിതയുടെ ആത്മാവ് സോളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തു. അതിന് ഞങ്ങളെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ വളരെ ദൂരെ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വളരെ എടുത്തു പറയാൻ ഞങ്ങൾ പേര് പറഞ്ഞെങ്കിൽ എടുത്തു മെഡിസിൻ ഹെൽത്ത് എന്നൊക്കെ ഇവിടെ വരെ വന്ന അതിനോടുള്ള ആ പാഷൻ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ളതുണ്ട്. അതിൽ പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി വീണ്ടും അടുത്ത കാര്യങ്ങൾ ഉണ്ടാവണം എല്ലാവരും. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ. പിന്നെ ഇവിടെ കവിത ചൊല്ലിയ കുട്ടികൾക്കും മുതിർന്നവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞു മുതിർന്നവർക്കും ഉള്ള പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കുട്ടികളുടെ അത് പറയാൻ മറന്നുപോയി. തപസ്യയാണ് കുട്ടികളുടെ കവിത അതിനെ നിയന്ത്രിച്ചത്. തപസ്യയുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മുതിർന്നവരുടെ കവിത ഞങ്ങളെ കവിതയുടെയും പാട്ടിൻ്റെയും ഒക്കെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിച്ച മമതയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ സെക്ഷൻ്റെ വീഡിയോ അനുലാലിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഫോട്ടോ രാജേഷിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. രാജേഷിന് നന്ദി പറയേണ്ട ആവശ്യമില്ല എങ്കിലും സ്വീകരിക്കട്ടെ. നമ്മുടെ എന്താണ് ബോർഡ് പവർ പോയിന്റ് ബോർഡായതിന് 3 പേര് ആണ് നമ്മളെ അതിനൊക്കെ സഹായിച്ചത്. വീണ്ടും കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്തിനൊക്കെ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കവിതയ്ക്ക് സംഗീതം വേണ്ട എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഞാൻ ചെല്ലണത്. കാരണം എൻ്റെ കവിതയ്ക്ക് ശ്രുതി ലയം ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം. കാരണം ഈ സർഗസംഗീതം സംസ്കൃത വൃത്തത്തിൽ എഴുതിയ ശ്ലോകങ്ങളാണ്. ഒരു വരിയിൽ 19 അക്ഷരമുള്ള ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിൽ എഴുതിയ ഒരു കവിതയാണ്. അതില് സംഗീതം എത്രയ്ക്കും പറ്റും എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ കുറച്ച് വരികൾ ചൊല്ലാൻ നോക്കാം. സർഗസംഗീതം. ആരണ്യാന്തരഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ
പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ആ മൺമെത്തകളാറ്റുനോറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിത പ്രേമം പാടിയ സാമഗാനലഹരി ഹർഷാഞ്ജിതാത്മാക്കളായി മൺവന്തര ഭാവശില്പികൾ എനിക്കെന്നേക്കുമായി തന്നതാണ് ഓമൽ കാർത്തിക നെയ്വിളക്കരിയുമീ ഏകാന്തയാകാശ്രമം. നാദം ശൂന്യതയിങ്കലാദ്യമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപദാർത്ഥശാലയൊരിടത്തൊന്നായി തുടിച്ചിടവേ ആദാഹിച്ചു വളഞ്ഞ ജീവകലികാജാലങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാനപാത്രങ്ങളിൽ. ചാർജ് പോയതാണ്. ഓരോ ജീവഗണത്തിനുള്ളിലുമുണർന്നു ദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി ചിരതപസങ്കൽപ്പ സങ്കേതമായി ഓരോ മാസ്മരലോകമുണ്ട്. അതിലെനിക്കൻ അന്തരാത്മാവിലെ തേരോടിക്കണം എൻ്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ. വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധ്വാനം മുഴക്കിടുവാനാളല്ല എൻ കരവാളു വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതിസ്വരമിവയ്ക്കല്ലാതെ ഒന്നിന്നുമിന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ല എൻ പ്രേമതീർത്ഥങ്ങളിൽ. ഓണക്കോടിഞ്ഞൊരിഞ്ഞൊടുത്തു കമുകിൻ പൊൻപൂക്കുലച്ചാർത്തുമായി പ്രാണപ്രേയസി കാവ്യകന്യ കവിളത്തൊന്നുമ്മ വച്ചിടവേ വീണക്കമ്പികൾ മീട്ടി മാനവ മനോരാജ്യങ്ങളിൽ ചെന്നു ഞാൻ നാണത്തിൻ്റെ കിളുന്നുകൾക്കു നിറയെ പാദസരം നൽകുവാൻ. ഞാനീ ജാലകവാതിലിൽ ചെറുമുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണ് ഈ നീലത്തുകിൽ ശാരദേന്ദുകലയെ പാവാട ചാർത്തിക്കുവാൻ. നിത്യം ചിറകിട്ടടിച്ചു ചിതറിക്കീറിപ്പറപ്പിച്ചുവോ ഞാനീ സർഗതപസ്സമാധിയിലിരിക്കുമ്പോൾ കൊടും കാറ്റുകൾ
കോടക്കാറ്റിലഴിഞ്ഞുലഞ്ഞ ചിടയും ചിക്കിക്കിടന്നിടുമക്കാടങ്ങിങ്ങു ചവച്ചെറിഞ്ഞ തളിരും പൂവും പിടങ്ങിടവേ നാടന്തപ്രഹരങ്ങളേറ്റുകിടിലം കൊൾകെ മുലപ്പാലുമായി പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. ഇന്നിവിടെ എത്തിച്ചേർന്ന് കാവ്യസന്ധ്യയെ ധന്യമാക്കിയ എല്ലാവർക്കും നമസ്കാരം.